രണ്ടാം ഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഠത്തിലെ ആദ്യത്തെ നിർമ്മിതി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ അടുത്ത ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: ചുവടെയുള്ള ചിത്രങ്ങളിലെല്ലാം O വൃത്തകേന്ദ്രവും എ ബി സി വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഓരോന്നിലും എ ബി സി ഒ ബി സി എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. ഇപ്പൊ ഇവിടെ ചുവടെയുള്ള ചിത്രങ്ങളിലെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ 3 ചിത്രങ്ങളെ ബന്ധപ്പെടുത്തിയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചിത്രമാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് 2 ത്രികോണങ്ങളുടെ 3 കോണളവുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് എ ബി സി എന്ന് പറയുന്ന ത്രികോണം എ ബി സി, മറ്റൊന്ന് ഒ ബി സി എന്ന് പറയുന്ന ത്രികോണം. അപ്പോ ഈ എ ബി സി എന്ന് പറയുന്ന ഈ വലിയ ത്രികോണത്തിന്റെയും ഒ ബി സി എന്ന് പറയുന്ന ഈ ചെറിയ ത്രികോണത്തിന്റെയും എല്ലാ കോണുകളുടെയും അളവുകൾ കണക്കാക്കുക, കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ 3 കോണുകളും 2 ത്രികോണത്തിലും കണ്ടുപിടിക്കണം. എ ബി സിയിലും ഒ ബി സിയിലും 3 കോണളവ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്നുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തില് കോൺ ഒ ബി എ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. അതുപോലെ കോൺ ഒ സി എ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് എന്ന് ചോദ്യത്തിൽ തന്നിരിക്കുന്നു. എന്താണ്? ഒ ബി എ എന്ന് പറയുന്ന കോൺ 20 ഡിഗ്രിയും ഒ സി എ എന്ന് പറയുന്ന കോൺ 30 ഡിഗ്രിയും. എന്നിട്ട് ആ 2 ത്രികോണങ്ങളുടെയും ഏതൊക്കെ ത്രികോണങ്ങളുടെ എ ബി സി ഒ ബി സി എന്നീ ത്രികോണങ്ങളുടെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ അതിനു വേണ്ടി ആദ്യം ചെയ്യുന്നത് ഒ എന്ന് പറയുന്ന വൃത്തകേന്ദ്രത്തിനെ എ എന്ന് പറയുന്ന ബിന്ദുവുമായി യോജിപ്പിക്കുന്നു. ഒ എ യോജിപ്പിച്ചാൽ ഒ എ നമ്മൾ യോജിപ്പിക്കുന്നു. ഒ എ യോജിപ്പിക്കുമ്പോൾ നമുക്കിവിടെ 2 ത്രികോണങ്ങൾ കിട്ടുന്നത് കാണാം. ഏതൊക്കെയാണ്? ത്രികോണം എ ഒ ബിയും ത്രികോണം എ ഒ സിയും. ഇങ്ങനെ 2 ത്രികോണം കാണാം. എ ഒ ബി എന്ന് പറയുന്ന ത്രികോണം, അതുപോലെ എ ഒ സി എന്ന് പറയുന്ന ത്രികോണം. അപ്പൊ നമ്മൾ അതിൽ ആദ്യം എടുക്കുന്ന ത്രികോണം എ ഒ ബി ആണ്. അപ്പൊ എ ഒ ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒ എ എന്ന് പറയുന്ന വശം ഒ ബി എന്ന് പറയുന്ന വശത്തിന് തുല്യമാണ്. കാരണം അത് രണ്ടും വൃത്തത്തിന്റെ ആരങ്ങളാണ്, അല്ലെ? ഒ എ സമം ഒ ബി. അപ്പൊ ഒ എയും ഒ ബിയും തുല്യങ്ങളായതുകൊണ്ട് ഈ ത്രികോണത്തിനെ എ ഒ ബി എന്ന് പറയുന്ന ഈ ത്രികോണത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സമപാർശ്വ ത്രികോണം എന്ന് വിളിക്കാം, അല്ലെ? എ ഒ ബി എന്ന് പറയുന്ന ത്രികോണം സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് തന്നെ മക്കളെ നമുക്ക് എന്ത് പറയാം? ആ ത്രികോണങ്ങളുടെ അല്ലെങ്കിൽ ആ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ അല്ലെങ്കിൽ അതിന്റെ പാദകോണുകൾ എന്താണ് എന്ന് പറയാം. ആ പാദകോണുകൾ തുല്യമാണ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒ എ എന്ന് പറയുന്നത് ഒ ബിക്ക് തുല്യമാണ്. അപ്പൊ ഒ എ എന്ന് പറയുന്ന വശത്തിന് എതിരെ വരുന്ന കോണായ കോൺ ഒ ബി എ എന്ന് പറയുന്നത് ഒ ബി എന്ന് പറയുന്ന വശത്തിനെതിരെ വരുന്ന കോണായ ഒ എ ബിക്ക് തുല്യം. സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യം. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു ത്രികോണം എ ഒ ബി സമപാർശ്വം. അതുകൊണ്ട് കോൺ ഒ എ ബി സമം കോൺ ഒ ബി എ സമം എത്ര ഡിഗ്രി? 20 ഡിഗ്രി. കാരണം കോൺ ഒ ബി എ 20 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോൺ ഒ എ ബിയും എത്ര ഡിഗ്രി തന്നെ? 20 ഡിഗ്രി. ഇതേപോലെ ത്രികോണം എ ഒ സി എടുത്താൽ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റും? ഒ എ എന്ന് പറയുന്നത് ഒ സിക്ക് തുല്യമാണ്. ഒ എയും ഒ സിയും തുല്യമായതുകൊണ്ട് അതും എന്ത് ത്രികോണമാണ് മക്കളെ? അതും സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഒ എ എന്ന് പറയുന്നത് ഒ സിക്ക് തുല്യം. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയാം? അതിന്റെ പാദകോണുകൾ അല്ലെങ്കിൽ തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു. എന്താണ് എഴുതുന്നത്? ഏതൊക്കെ കോണുകളാണ് തുല്യമായിട്ട് വരുന്നത്? നോക്കിയ ചിത്രത്തിൽ എന്താണ് കിട്ടുക നമുക്ക് ഇവിടുന്ന്? അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന തുല്യമായ കോണുകളാണ് ഏതൊക്കെ? കോൺ ഒ എ സിയും കോൺ ഒ സി എയും. അപ്പോൾ കോൺ ഒ സി എന്റെ അളവ് 30 ഡിഗ്രിയാണ് എന്ന് ചോദ്യത്തിൽ തന്നത് കൊണ്ട് കോൺ ഒ എ സിയും എത്ര ഡിഗ്രിയാണ് എന്ന് പറയാം? അതും 30 ഡിഗ്രിയാണ് എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു കോൺ ഒ എ സി സമം കോൺ ഒ സി എ സമം 30 ഡിഗ്രി. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അന്നേരം
കോൺ പറയാൻ വേണ്ടി പറ്റും. ഏതാണ് കോൺ? നമുക്കറിയാം ഈ 20 ഡിഗ്രിയും ഈ 30 ഡിഗ്രിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എവിടെ നിന്ന് എവിടം വരെയുള്ള കോൺ കിട്ടും? ഇവിടം മുതൽ ഇവിടം വരെയുള്ള കോൺ കിട്ടും അല്ലെ? ഈ ഒരു കോൺ കിട്ടും. ആ കോൺ എന്ന് പറയുന്നത് ഏത് കോണാണത്? കോൺ ബി എ സി എന്ന് പറയുന്ന കോൺ. അപ്പോൾ കോൺ ബി എ സിന്റെ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 20 പ്ലസ് 30 സമം 50 ഡിഗ്രി. അതുകൊണ്ട് നമ്മൾ എഴുതി കോൺ ബി എ സി സമം 50 ഡിഗ്രി. അപ്പൊ നമ്മളിവിടെ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, കോൺ ബി എ സി എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്ന ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഇത്, കോൺ ബി എ സി അല്ലെ? ബി സി എന്ന് പറയുന്ന ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ ബി എ സി എങ്കിൽ ആ കോണും ബി സി എന്ന് പറയുന്ന ഈ ചാപത്തിന്റെ കേന്ദ്രകോണും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ഈ ബി സി എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് അതിന്റെ മറുചാപത്തിൽ വരിക. അങ്ങനെയാണെങ്കിൽ മറുചാപത്തിലെ കോൺ 50 ഡിഗ്രി ആണെങ്കിൽ കേന്ദ്രകോൺ എന്തായിരിക്കും? കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുക എങ്കിൽ മറുചാപത്തിലെ കോണിന്റെ എന്തായിരിക്കും കേന്ദ്രകോണിൽ ഉണ്ടാക്കുക? കേന്ദ്രകോണിൽ ഉണ്ടാക്കുക മക്കളെ അതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ നമുക്ക് പറയാം ബി എ സി എന്ന് പറയുന്ന കോൺ 50 ഡിഗ്രി ആയതുകൊണ്ട് ബി സി എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്രകോണായ കോൺ ബി ഒ സി സമം 50ന്റെ ഇരട്ടി. എത്ര ഡിഗ്രി കിട്ടും? 100 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പൊ നോക്കുക, ബി ഒ സി എന്ന് പറയുന്ന കോണിന്റെ അളവ് 100 എന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം, ചിത്രത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവിടെ ത്രികോണം ഉണ്ട്, ഒരു ചെറിയ ത്രികോണം, ത്രികോണം ബി ഒ സി. അപ്പൊ ത്രികോണം ബി ഒ സി എടുത്താല് ആ ത്രികോണത്തിനും ഒരു പ്രത്യേകത കാണാം. എന്താണ് പ്രത്യേകത? അതിന്റെ ഒ ബി എന്ന് പറയുന്ന വശം ഒ സി എന്ന് പറയുന്ന വശത്തിന് തുല്യമാണ്. കാരണം രണ്ടും വൃത്തത്തിന്റെ ആരങ്ങൾ. ഇപ്പൊ ഒ ബി സമം ഒ സി ആയതുകൊണ്ട് ത്രികോണം ബി ഒ സി എന്ത് ത്രികോണമാണ് എന്ന് പറയാം? സമപാർശ്വ ത്രികോണം. അപ്പൊ അവിടെ നമുക്ക് പറയാം തുല്യമായ വശങ്ങൾക്കെതിരെ വരുന്ന കോണുകൾ തുല്യമായിരിക്കും എന്ന് പറയാം. ഏതൊക്കെ കോണുകൾ തുല്യമായിരിക്കും? കോൺ ഒ ബി സി എന്ന് പറയുന്ന കോൺ ഒ സി ബി എന്ന് പറയുന്ന കോണിന് തുല്യമായിരിക്കും അല്ലെ? ഏതാണ്? തുല്യമായ കോണുകൾ, തുല്യമായ വശങ്ങൾക്കെതിരെ വരുന്ന കോണുകളായ ഏതൊക്കെ തുല്യമായിരിക്കും? ഒ ബി സി എന്ന് പറയുന്ന കോണും ഒ സി ബി എന്ന് പറയുന്ന കോണും തുല്യം. രണ്ടും നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഇനി നമുക്കറിയാം ത്രികോണം ബി ഒ സിന്റെ ഈ 3 കോണുകളും കൂട്ടിയാൽ ഏതൊക്കെ? ബി ഒ സി പ്ലസ് ഒ സി ബി പ്ലസ് ഒ ബി സി സമം നമുക്ക് എത്രയാണ് കിട്ടുക മക്കളെ? ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുക 180 ഡിഗ്രിയാണ് അല്ലെ? അതുകൊണ്ട് നമ്മൾ എഴുതി കോൺ ബി ഒ സി പ്ലസ് കോൺ ഒ സി ബി പ്ലസ് കോൺ ഒ ബി സി സമം 180. ഇനി അതിലേക്ക് നമ്മൾ വിലകൾ കൊടുക്കുന്നു. ബി ഒ സി എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 100 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കൊടുത്തു. 100 പ്ലസ് ഇത് രണ്ടും നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? എക്സ്. അപ്പൊ 100 പ്ലസ് എക്സ് സമം 180. ഇത് നമുക്കറിയാം എക്സും എക്സും കൂട്ടിയ 2x ആണ്. ഇപ്പൊ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഈ 100നെ നമ്മൾ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ ആവുക? പ്ലസ് 100 എന്നത് മൈനസ് 100 ആവും. അപ്പൊ നമ്മൾ എഴുതുന്നു എക്സ് പ്ലസ് എക്സ് 2x സമം 180 മൈനസ് 100. 100 ഇപ്പുറത്തേക്ക് വരും, മൈനസ് 100 ആയി. 180 മൈനസ് 100 അല്ലേ? 180 100 കുറച്ചാ 80. ഇപ്പൊ 2x സമം 80 കിട്ടിയ നമ്മളെ എക്സ് കണ്ടുപിടിക്കാൻ ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. സമത്തിന്റെ മറുവശത്തേക്ക് കൊണ്ടുവന്നാൽ അല്ലെ? 2നെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 80 കിട്ടുന്നതെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 80നെ 2 കൊണ്ട് ഹരിക്കണം. അപ്പൊ 80നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 40. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും കോൺ. അതുകൊണ്ട് കോൺ ഒ ബി സി സമം കോൺ ഒ സി ബി സമം എത്ര ഡിഗ്രി കിട്ടും? 40 ഡിഗ്രി. ഇനി നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. കോൺ ബി എ സി എന്ന് പറയുന്നത് ബി എ സി ഏത് ത്രികോണത്തില്? ത്രികോണം എ ബി സിയില് കോൺ ബി എ സി എന്ന് പറയുന്നത് 30ഉം 20ഉം കൂടെ കൂട്ടിയത് 20 പ്ലസ് 30 സമം 50. ഇനി അതേപോലെ കോൺ ബി
സോറി എ ബി സി എന്ന് പറയുന്നത് 20ഉം 40ഉം കൂടെ കൂട്ടിയത് ഏതൊക്കെയാണ്? കോൺ എ ബി സി, ത്രികോണം എ ബി സിയിലെ കോൺ എ ബി സി എന്ന് പറഞ്ഞാൽ 20ഉം 40ഉം കൂടെ കൂട്ടിയത് 20ഉം 40ഉം കൂട്ടിയ 60. അതുപോലെ ത്രികോണം എ ബി സിയില് കോൺ എ സി ബി എന്ന് പറയുന്നത് 40ഉം 30ഉം കൂടെ കൂട്ടിയത് 30ഉം 40ഉം കൂട്ടിയ എത്രയാണ്? 70 അല്ലെ. അപ്പൊ ത്രികോണം എ ബി സിന്റെ 3 കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ ഇനി വേണ്ട ഏതാ? ത്രികോണം ഒ ബി സി. അപ്പൊ നമ്മളൊരു ചിത്രത്തിന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ത്രികോണം ഒ ബി സിയിലെ ഓരോ കോണളവുകളും എത്രയാണ്. ത്രികോണം ഒ ബി സിയുടെ കോണളവുകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എന്തൊക്കെയാണത്? കോൺ ബി ഒ സി സമം എത്ര ഡിഗ്രി കിട്ടും? 100 അല്ലെ. അതേപോലെ കോൺ ഒ ബി സി സമം എത്ര ഡിഗ്രിയാണ്? 40. അതുപോലെ കോൺ ഒ സി ബി സമം എത്ര ഡിഗ്രി കിട്ടും? 40. അപ്പൊ മക്കളെ നമ്മളിവിടെ 2 ത്രികോണങ്ങളുടെയും 3 കോണളവുകളും കണ്ടുപിടിച്ചു. ഇതുപോലെ നമുക്ക് 2 ചിത്രങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതിൽ ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ബാക്കി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഇപ്പൊ ചോദ്യം അത് തന്നെയാണ്. എന്താണ് ചോദ്യം? ചുവടെയുള്ള ചിത്രങ്ങളിലെല്ലാം ഒ വൃത്തകേന്ദ്രവും എ ബി സി വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഓരോന്നിലും എ ബി സി, ഒ ബി സി എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. അപ്പോ നേരത്തെ ചെയ്ത അതേ ചോദ്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി സി അതുപോലെ ഒ ബി സി എന്ന് പറയുന്ന 2 ത്രികോണങ്ങളിലെയും 3 കോണളവുകളും കണ്ടുപിടിക്കണം എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്, എല്ലാവരും കാണുന്നുണ്ടാവും. ആ ചിത്രത്തില് എ യു സി എന്ന് പറയുന്ന കോണിന്റെ അളവ് 40 ഡിഗ്രി എന്നും സി ഒ ബി എന്ന് പറയുന്ന കോണിന്റെ അളവ് 70 ഡിഗ്രി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. അപ്പൊ എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ത്രികോണം ബി ഒ സി കാണുന്നുണ്ടാവും എല്ലാവരും. ത്രികോണം ബി ഒ സി അല്ലെ. അപ്പൊ ഈ ത്രികോണം ബി ഒ സിയുടെയും എ ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിന് 2 ത്രികോണങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെയും ബി ഒ സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെയും 3 കോണുകളും കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. ഇവിടെ നോക്കുക, നമുക്ക് തന്നിട്ട് നോക്കുക എന്താണ് ചിത്രത്തില് കോൺ എ യു സി എന്ന് പറയുന്നത് 40 ഡിഗ്രിയും ബി ഒ സി എന്ന് പറയുന്നത് 70 ഡിഗ്രിയും ആയതുകൊണ്ട് നമുക്ക് ഈ എ സി ബി എന്ന് പറയുന്ന ചാപത്തിന്റെ ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോണായ കോൺ എ ഒ ബി വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കാം അല്ലേ. കോൺ എ ഒ ബി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? കോൺ എ ഒ ബി സമം 40 പ്ലസ് 70, 40ഉം 70ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ 40ഉം 70ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 110. നോക്കുക, ഈ എ ഒ ബി എന്ന് പറയുന്ന കേന്ദ്രകോൺ, എ സി ബി എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്രകോണായ കോൺ എ ഒ ബി എന്ന് പറയുന്നത് 110 ഡിഗ്രി എന്ന് കിട്ടിയത് കൊണ്ട് മക്കളെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ എ സി ബി എന്ന് പറയുന്ന ചാപം കാണുന്നുണ്ടാവും എല്ലാവരും. എ സി ബി എന്ന് പറയുന്ന ചാപം അതേ ചാപത്തിൽ ഉണ്ടാക്കുന്ന ഒരു കോണുണ്ട്. ഏതാണത്? എ സി ബി എന്ന് പറയുന്ന ചാപം എ സി ബിയിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ എ സി ബി അല്ലെ. എ സി ബി എന്ന് പറയുന്ന ചാപത്തിന്റെ അഗ്രബിന്ദുക്കളായ എയും ബിയും അതേ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ എ സി ബി എന്നത് കൊണ്ട് നമുക്ക് കോൺ എ സി ബിയുടെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പഠിച്ചിട്ട് നോക്കണം. എന്താണ്? ഒരു ചാപം അതേ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതി ഏതിൽ നിന്ന് കുറച്ചതിന് തുല്യമാണ്? 180ൽ നിന്ന് കുറച്ചതിന് തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നു അതുകൊണ്ട് കോൺ എ സി ബി സമം 180 മൈനസ് കേന്ദ്രകോണിന്റെ പകുതി 110/2. അപ്പൊ 110നെ 2 കൊണ്ട് ഹരിച്ചാൽ 110ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 55. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു സമം 180 മൈനസ് 55 സമം 125 എന്ന് പറഞ്ഞാൽ കോൺ എ സി ബിയുടെ അളവ് 125. അത് കിട്ടാനുണ്ടായ കാരണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ആശയം എന്താണ്?
ഒരു ചാപം അതേ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ കേന്ദ്ര കോണിന്റെ പകുതി ഏതിൽ നിന്ന് കുറച്ചതാണ്? 180 ഡിഗ്രിയിൽ നിന്ന് കുറച്ചതായിരിക്കും. എന്നിട്ട് നോക്കുക, അപ്പൊ നമുക്കിവിടെ കിട്ടി കോൺ എ സി ബിയുടെ അളവ് എന്ന് പറഞ്ഞാൽ 125 ഡിഗ്രി. ഇനി ഇവിടെ നോക്കുക, ഈ ബി സി എന്ന് പറയുന്ന ചെറിയ ചാപം കാണുന്നുണ്ടോ? ബി സി എന്ന് പറയുന്ന ചെറിയ ചാപത്തിന്റെ അഗ്രബിന്ദുക്കളായ ബിയും സിയും വൃത്തകേന്ദ്രമായ ഓയുമായി യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു കോൺ കിട്ടുന്നു. ആ കോണാണ് ബി ഒ സി, അല്ലെ? അപ്പൊ ബി സി എന്ന് പറയുന്ന ചാപത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തകേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ ആയതുകൊണ്ട് അങ്ങനെ നോക്കുക, കോൺ ബി ഒ സി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. ബി സി എന്ന് പറയുന്ന ചാപത്തിന്റെ അഗ്രബിന്ദുക്കൾ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണാണ്, അല്ലെങ്കിൽ ബി സിയുടെ കേന്ദ്ര കോണാണ് എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു ചാപം ബി സിയുടെ കേന്ദ്ര കോണാണേത്? കോൺ ബി ഒ സി. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 70 ഡിഗ്രി. അപ്പൊ ബി സി എന്ന് പറയുന്ന ചാപം കണക്കാക്കുമ്പോൾ മക്കളെ ഈ വലിയ ഭാഗം സി മുതൽ ബി വരെയുള്ള ഈ വലിയ ഭാഗം ഈ ചാപത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ ബി സി എന്ന് പറയുന്ന ഈ ചെറിയ ചാപത്തിന്റെ എന്തെന്നാണ് നമ്മൾ പറയുക? അത് അതിന്റെ മറുചാപമാണ് എന്ന് പറയും, അല്ലെ? ഈ വലിയൊരു കഷ്ണം എന്ന് പറയുന്നത് ഈ ബി സി എന്ന് പറയുന്ന ചെറിയ കഷ്ണത്തിന്റെ എന്താണ്? മറുചാപം. ആ മറുചാപത്തിൽ ബി സിയുടെ മറുചാപത്തിൽ ബി സിയുടെ അഗ്രബിന്ദുക്കളായ ബിയും സിയും യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു കോൺ കിട്ടുന്നുണ്ട്. ഏതാണ് കോൺ? കോൺ ബി എ സി, അല്ലേ? നമുക്ക് പറയാം ബി സി എന്ന് പറയുന്ന ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ ബി എ സി എങ്കിൽ നമ്മൾ പഠിച്ചത് പ്രകാരം കോൺ ബി എ സിയുടെ അളവ് എന്തായിരിക്കും മക്കളെ? കോൺ ബി എ സിയുടെ അളവ് എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ എഴുതി ചാപം ബി സിയുടെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ മറുചാപത്തിലെ കോണായ കോൺ ബി എ സിയുടെ അളവ് എന്ന് പറയുന്നത് 70ന്റെ പകുതി. 70ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ കിട്ടുക? 35, അല്ലെ? അപ്പൊ അതിന്റെ കാരണം എന്താ? ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് എവിടെ ഉണ്ടാക്കുന്നത്? മറുചാപത്തിൽ ഉണ്ടാക്കുന്നത്. അതേപോലെ നമുക്ക് മറ്റൊരു ചെറിയൊരു ചാപം കൂടെ കിട്ടുന്നുണ്ടാടാ, എ സി എന്ന് പറയുന്ന ചാപം. പി സി എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്ര കോൺ അതിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തകേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 40 ഡിഗ്രി. അതിന്റെ മറുചാപമായ എ സിയുടെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് അന്നേരം എത്രയായിരിക്കും? 40ന്റെ പകുതിയായിരിക്കും. ഏതാണ് ആ കോൺ? എ സി എന്ന് പറയുന്ന ചാപത്തിന്റെ അഗ്രബിന്ദുക്കൾ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ എ ബി സി. അപ്പൊ കോൺ എ ബി സിയുടെ അളവ് എന്ന് പറയുന്നത് കേന്ദ്ര കോണായ 40ന്റെ പകുതി 40/2 = 20 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണളവുകളും പറയാം. ഏത് ത്രികോണത്തിന്റെ? ത്രികോണം എ ബി സി. എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ 3 കോണളവുകളും നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പറയുന്നു കോൺ എ ബി സി എന്ന് പറയുന്നത് ഈ ത്രികോണം എ ബി സിയിൽ കോൺ എ ബി സി സമം എത്ര ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 20 ഡിഗ്രി. 20 ഡിഗ്രി. അതുപോലെ ത്രികോണം എ ബി സിയിൽ ബി എ സി എന്ന് പറയുന്ന കോണിന്റെ അളവ് എത്ര ഡിഗ്രിയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 35. അതുകൊണ്ട് കോൺ ബി എ സി സമം 35. അതുപോലെ ത്രികോണം എ ബി സിയിൽ കോൺ എ സി ബി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? കോൺ എ സി ബി എന്ന് പറയുന്നത് 125 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എഴുതി കോൺ എ സി ബി സമം 125. അപ്പൊ ഇവിടെ എന്താണ് കിട്ടിയ മക്കളെ? നമ്മളിപ്പോ ഒരു ത്രികോണത്തിലെ 3 കോണളവുകളും കണ്ടുപിടിച്ചു. ഏത് ത്രികോണത്തിലെ? എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ 3 കോണളവുകളും കണ്ടുപിടിച്ചു. ഇനിയോ നമുക്കൊരു ത്രികോണം കൂടെ ബാക്കിയുണ്ട്, ഇല്ലേ? ഏതാണ് ത്രികോണം? ത്രികോണം ഒ ബി സി. ഇപ്പൊ നോക്കുക എങ്ങനെയാ നമ്മൾ ത്രികോണം ഒ ബി സിയുടെ കോണളവ് കണ്ടുപിടിക്കുക? ത്രികോണം ഒ ബി സിയില് നമുക്ക് ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് 2 വശങ്ങൾ തുല്യങ്ങളാണ്, അല്ലെ? ഏതൊക്കെയാ 2 വശങ്ങൾ തുല്യം? ഒ ബി എന്ന് പറയുന്ന വശം ഒ സി എന്ന് പറയുന്ന വശത്തിന് തുല്യം. കാരണം എന്താ?
രണ്ടും വൃത്തത്തിന്റെ ആരങ്ങൾ. OB OCക്ക് തുല്യം. സംശയമില്ലല്ലോ. OB OCക്ക് തുല്യമാണ്. അതുകൊണ്ട് ത്രികോണം OBC നമുക്ക് എന്ത് എന്ന് വിളിക്കാം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതെന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണം. അപ്പൊ അതൊരു സമപാർശ്വ ത്രികോണമായതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യാറുള്ളത് പോലെ അതിന്റെ എന്ത് തുല്യമായിരിക്കും? അതിന്റെ തുല്യവശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ തുല്യങ്ങളായിരിക്കും അല്ലെ? അപ്പൊ ഏതൊക്കെ കോണുകളാ തുല്യം? ഏതൊക്കെ കോണുകളാണ് ഇവിടെ തുല്യമായി കിട്ടുന്നത്? കോൺ OBC എന്ന് പറയുന്ന കോണും കോൺ OCB എന്ന് പറയുന്ന കോണും. ഈ ത്രികോണം OBC സമപാർശ്വമായതുകൊണ്ട് നമ്മൾ എടുക്കുന്നു, എന്താണ് എടുക്കുന്നത്? കോൺ OBC സമം കോൺ OCB സമം രണ്ടും നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? X. മനസ്സിലാവുന്നുണ്ടാവല്ലോ. രണ്ടും നമ്മൾ എന്തായിട്ട് എടുത്തു? രണ്ടും X ആയിട്ട് എടുത്തു. ഇനി നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കണം. Xന്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നു ത്രികോണം OBCയുടെ 3 കോണളവുകളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180. അപ്പൊ നമ്മൾ എന്താണ് എഴുതിയത്? കോൺ BOC പ്ലസ് കോൺ BCO പ്ലസ് കോൺ CBO സമം 180. അതിൽ BOC എന്ന് പറയുന്ന കോണിന്റെ അളവ് നമുക്കറിയാം. കോൺ BOC എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 70. BCO എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? X. അതുപോലെ CBO എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? X. അപ്പൊ 70 പ്ലസ് X സമം 180. X ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ X കൂട്ടിയ 2X സമം ഈ 70 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന -70. അപ്പൊ 180 -70 എന്ന് കിട്ടും. 2X സമം 180 -70 പറഞ്ഞാൽ എത്രയാ? 180 -70 എന്ന് പറഞ്ഞാല് അത് 110. അതുകൊണ്ട് 2X സമം 110 എന്ന് കിട്ടുന്നു. അപ്പൊ X കണ്ടുപിടിക്കാൻ ഈ ഗുണിക്കണം 2ന് അല്ലെങ്കിൽ 2നെ X കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 110 കിട്ടുന്നതെങ്കിൽ X എന്ന് പറയുന്നത് എത്രയായിരിക്കും? 110/2 അല്ലെങ്കിൽ 110ന്റെ പകുതി എത്രയാണ്? 55. അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നു ത്രികോണം OBCയുടെ 3 കോണളവുകളായ കോൺ OBC സമം എത്ര ഡിഗ്രി? 55 ഡിഗ്രി. അതുപോലെ കോൺ OCBയും എത്ര ഡിഗ്രി തന്നെയാണ്? 55. അതുപോലെ മൂന്നാമത്തെ കോൺ നമുക്ക് തന്നിട്ടുണ്ട്, അത് എത്ര ഡിഗ്രിയാണ്? കോൺ BOC സമം 70 ഡിഗ്രി. അപ്പോ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്തത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇതിൽ തന്നെ ഒരു ചിത്രം കൂടിയുണ്ട്, അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.